ഹലോ ആസ്പിരൻസ്, പലർക്കും സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ സമയത്ത് വരുന്നൊരു കോമൺ ഡൗട്ടാണ് ന്യൂസ് പേപ്പറിനെ പറ്റി. ശരിക്കും ന്യൂസ് പേപ്പർ ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ? ന്യൂസ് പേപ്പർ നമ്മൾ വായിക്കേണ്ട ആവശ്യമുണ്ടോ? സിലബസിൽ എവിടെയെങ്കിലും സിവിൽ സർവീസിൻ്റെ സിലബസിൽ പ്രിലിംസിലോ മെയിൻസിലോ എവിടെയെങ്കിലും ആയിട്ട് ന്യൂസ് പേപ്പറിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ന്യൂസ് പേപ്പർ വായിക്കണം, ഏതൊക്കെ ന്യൂസുകൾ വായിക്കണം, ഏത് രീതിയിലാണ് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കണം, ന്യൂസ് പേപ്പർ വായിച്ചിട്ട് നോട്ട്സ് ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്ക് പ്രിപ്പറേഷൻ്റെ സമയത്ത് വരാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, സിലബസിൽ എവിടെയെങ്കിലും ന്യൂസ് പേപ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എക്സ്പ്ലിസിറ്റ്ലി ഇല്ല എന്നാണ്. പക്ഷേ ന്യൂസ് പേപ്പറിനെ പറ്റി, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ അല്ല, കറണ്ട് ഇവൻസിനെ പറ്റി നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം എന്ന് സിലബസിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പ്രിലിംസിൻ്റെ സിലബസിൽ ആദ്യത്തെ ലൈന് തന്നെ പറയുന്നത് കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്നാണ്. എന്ന് വെച്ചാൽ ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള ആനുകാലിക വാർത്തകൾ, ആനുകാലികമായിട്ട് നടക്കുന്ന സംഭവങ്ങൾ, ഇതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമുക്ക് ന്യൂസ് പേപ്പറിൽ നിന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ന്യൂസ് പേപ്പർ തന്നെ എടുക്കണോ, അല്ല നമുക്ക് വേറെ ഏതെങ്കിലും സോഴ്സുകളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം യെസ് എന്നാണ്. കാരണം നമുക്ക് ന്യൂസ് പേപ്പർ തന്നെ വായിക്കണം എന്ന് നിർബന്ധമില്ല. ന്യൂസ് പേപ്പറിൽ നിന്ന് ന്യൂസുകൾ എടുത്തിട്ട്, ന്യൂസ് പേപ്പറിൽ നിന്ന് മാത്രമല്ല, PIB പോലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പോലുള്ള ഏജൻസീസിൽ നിന്ന് ന്യൂസുകൾ എടുത്തിട്ട് ഒരുപാട് കറണ്ട് അഫയേഴ്സ് മാഗസീനുകൾ നമുക്ക് ഇൻ്റർനെറ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അത്തരം മാഗസീൻസിൽ നിന്നും നമുക്ക് ന്യൂസുകൾ കിട്ടും. പക്ഷെ ന്യൂസ് പേപ്പർ റീഡിങ് എന്നത് ഒരു ഹാബിറ്റാക്കി നിങ്ങൾ ഇപ്പോഴേ വളർത്തിയെടുക്കുന്നത് വളരെയധികം നല്ലതായിട്ടുള്ള കാര്യമാണ്. കാരണം ന്യൂസ് പേപ്പറിൽ നിന്നുള്ള ന്യൂസുകൾ എടുത്തിട്ട് ഒരു മാഗസീനിൽ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കുറച്ചും കൂടി ഒരു എക്സ്പോഷർ നമുക്ക് ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത്, നേരിട്ട് വായിക്കുന്ന സമയത്ത് കിട്ടും. കാരണം ദ ഡിഫറൻസ് ഈസ് സ്പൂൺ ഫീഡ് ചെയ്യുന്നതും നമ്മൾ തന്നെ പോയി ന്യൂസുകൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ പോയിട്ട് നോളജ് ഗെയിൻ ചെയ്യുന്നതും തമ്മിൽ ഉള്ള വ്യത്യാസമാണ്. എത്രത്തോളം സ്പൂൺ ഫീഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ തന്നെ നോളജ് കണ്ടെത്തിയിട്ട് എടുക്കുന്നതിൽ ഉറപ്പായിട്ടും അതിന് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ സ്വയം എടുക്കുന്ന സമയത്ത്, അതായത് ഈ പറഞ്ഞ മാഗസീനുകളെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ മാഗസീൻസ് ഒക്കെ ഇഷ്ടം പോലെ മാഗസീൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പലതരത്തിലുള്ള അക്കാഡമീസിൻ്റെ മാഗസീൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, ലൈക്ക് ജൈൻസ് അക്കാഡമീസിൻ്റെ ഒക്കെ, ജെയിൻറ്റ് മീൻസ് അത്രയും വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡൽഹി ബേസ്ഡ് അക്കാഡമീസിൻ്റെ ഒക്കെ മാഗസീൻസ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് അവിടെ ഒരു സപ്ലിമെൻ്ററി ആയിട്ട്, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്നല്ല, അവിടെ ഒരു സപ്ലിമെൻ്ററി ആയിട്ട് അവിടെ ഇരുന്നോട്ടെ, നമുക്കത് വായിക്കാം. അറ്റ് ദി സെയിം ടൈം നമ്മൾ ന്യൂസ് പേപ്പർ സ്കിപ്പ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളത് ഒരു ഹാബിറ്റാക്കി കൊണ്ട് നടക്കുന്നതാണ്. ഇപ്പം ന്യൂസ് പേപ്പർ ഇമ്പോർട്ടൻ്റ് ആണോ? എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്? ന്യൂസ് പേപ്പർ ഇമ്പോർട്ടൻ്റ് ആണോ എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ഈ കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണോ എന്നതാണ് എക്സാമിനെ സംബന്ധിച്ചിട്ട്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഉറപ്പായിട്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രിലിംസ്, മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ, മെയിൻലി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഒരുപാട് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ വന്നിട്ടുണ്ട്. ചിലത് നിങ്ങൾക്ക് കറണ്ട് റിലേറ്റഡ് ആണെന്ന് തോന്നില്ല, കാണുമ്പോൾ സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നും. അതായത് നമ്മൾ സാധാരണ പഠിക്കുന്ന, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുമായിട്ട് ബന്ധപ്പെടാത്ത സാധാരണ സിലബസിൽ പഠിക്കുന്ന ഹിസ്റ്ററി, ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും, പക്ഷേ അതിനൊക്കെ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ലിങ്ക് ഉണ്ട്, ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പം നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നതിലൂടെ നമുക്ക് ഈ പറഞ്ഞ ലിങ്ക് പെട്ടെന്ന് കണക്ട് ആവാനും ഈ നോളജ് ഗെയിൻ ചെയ്യാനും പറ്റും. പിന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്ന ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത്, എന്നൊരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ വെറും കറണ്ട് അഫയേഴ്സ് അല്ല പഠിക്കുന്നത്. അതിൻ്റെ പിറകിലുള്ള ബാക്ക് സ്റ്റോറി, അതിൻ്റെ പിറകിലുള്ള സ്റ്റാറ്റിക് തിയറി നമ്മൾ എന്താണെന്ന് പഠിക്കുന്നുണ്ട്. എന്താണ് ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്, അതിൻ്റെ ഇപ്പോൾ എക്കണോമിയിൽ ഒരു ഇൻസിഡൻ്റ് ആണെങ്കിൽ, ഇപ്പം നമ്മുടെ GDP പറ്റിയാണ് പറയുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് GDP കാൽക്കുലേഷൻ ചെയ്യുന്നത് എന്നതിനെ പറ്റി നമ്മളതിൽ പഠിക്കുന്നുണ്ട്. ഇൻഫ്ലേഷനെ പറ്റി പഠിക്കുകയാണെങ്കിൽ എന്താണ് ഇൻഫ്ലേഷൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. വെറുതെ ഒരു ന്യൂസ് മാത്രമല്ല നമ്മൾ പഠിക്കുന്നുണ്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ. സോ കറണ്ട് അഫയേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. എന്ന് വെച്ച് സ്റ്റാറ്റിക് പോർഷൻസിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് കൊടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്ന് തന്നെയാണ് ഉത്തരം. നിങ്ങളൊരു 1/3 ഇമ്പോർട്ടൻസ് കൊടുത്താൽ, അതായത് സ്റ്റാറ്റിക് പോർഷന് 2/3 1/3 ഇമ്പോർട്ടൻസ് കറണ്ട് അഫയേഴ്സിനും, ആ രീതിയിൽ കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ടൈമും അല്ലെങ്കിൽ സ്റ്റഡി പ്രയോറിറ്റിയും സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇന്നിപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ ന്യൂസുകൾ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു ന്യൂസ് പേപ്പർ വായിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ന്യൂസുകൾ ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏത് ന്യൂസ് പേപ്പർ വായിക്കണം? പലർക്കും പല ന്യൂസുകളായിരിക്കും ഇഷ്ടം. ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു സജഷൻ. പക്ഷേ കൂടുതൽ ആൾക്കാരും, മെജോറിറ്റി ആളുകളും, ഒരു ജൈൻറ്റ് മെജോറിറ്റി ആളുകളും വായിക്കുന്നത് ദ ഹിന്ദു ആണ്, ദ ഹിന്ദു ന്യൂസ് പേപ്പറാണ്. ഓക്കെ, ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്ന ആളുകളും ഉണ്ട്. ഇന്ത്യൻ എക്സ്പ്രസും കുഴപ്പമില്ലാത്ത ന്യൂസ് പേപ്പറിനെ, പക്ഷേ കൂടുതൽ നമുക്ക് സോഴ്സുകളും കൂടുതൽ ആൾക്കാരും വായിക്കുന്നത് ഹിന്ദു ആയതുകൊണ്ട് തന്നെ നമ്മളും അത് തന്നെ ഫോളോ ചെയ്ത് പോകുക എന്നുള്ളതാണ് ഒരു സജഷൻ.
ഓക്കെ, രണ്ടായാലും വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല, കണ്ടന്റ് വൈസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ അതിൻ്റെ പ്രസൻറ്റേഷൻ, അതിൻ്റെ ഒരു ഫോണ്ട്, അതിൻ്റെ ഒരു പേപ്പർ, പിന്നെ അവൈലബിലിറ്റി, ഇതൊക്കെ വലിയൊരു കാര്യമാണ്. ഇനി ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന ഒരു സ്ഥലത്തല്ല നിങ്ങൾ ഉള്ളത്, അതായത് നിങ്ങൾ കുറച്ച് റിമോട്ട് ഏരിയയിലാണ്, നമുക്ക് ഈ ഹിന്ദു ന്യൂസ് പേപ്പർ കിട്ടാൻ യാതൊരു വഴിയില്ല, ലൈക്ക് മലയാളം പേപ്പർ മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ യാതൊരു തരത്തിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എല്ലാം ഡിജിറ്റലായിട്ട് അവൈലബിൾ ആണ്. ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ ഈ പേപ്പർ, അതിൻ്റെ സോഫ്റ്റ് കോപ്പി ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. പെർ ഇയർ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, 1 month ഉണ്ട്, 1 year സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈ പേപ്പർ എടുക്കാൻ പറ്റും. ഈ പേപ്പർ എടുക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ അന്നത്തെ ദിവസത്തെ ന്യൂസ് പേപ്പർ മാത്രമല്ല, എക്സാക്ട്ലി ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 വർഷം മുമ്പേ വരെയുള്ള ന്യൂസ് പേപ്പറുകൾ ഇതിൽ അവൈലബിൾ ആയിരിക്കും. ഓൾമോസ്റ്റ് 1 വർഷം മുമ്പ്. ചിലപ്പോൾ അതിൽ വ്യത്യാസങ്ങൾ വന്നു എന്നിരിക്കാം, ഹിന്ദുവിൻ്റെ പോളിസിക്ക് അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം, ചിലപ്പോൾ 1 മാസം മുമ്പത്തെ ആയിരിക്കും, ലൈക്ക് ചില വ്യത്യാസങ്ങൾ മുമ്പും പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു 1 year മുമ്പേ വരെയുള്ള ന്യൂസ് പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ പഴയ ന്യൂസ് പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഒരാൾക്ക് എടുക്കാൻ പറ്റും. നമ്മൾ ഇന്ന് പക്ഷേ ഹാർഡ് കോപ്പി സബ്സ്ക്രൈബ് ചെയ്യുന്നതാണെങ്കിൽ, അല്ലെ നമ്മൾ ഹാർഡ് കോപ്പി ന്യൂസ് പേപ്പർ വരുത്തിക്കുന്നതാണെങ്കിൽ, വീട്ടിൽ പത്രം ഇടാൻ പറയുന്നതാണെങ്കിൽ നമുക്ക് ഇന്നത്തെ പേപ്പർ മുതലല്ലേ കിട്ടുള്ളൂ. അതൊന്ന്. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ്, ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കിത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ലാപ്പിലോ ഫോണിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അല്ല, ലൈക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ലെങ്കിൽ ഈ ഹിന്ദുവിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. 1 year മുമ്പേ വരെയുള്ള ന്യൂസ് പേപ്പേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ബട്ട് മറ്റേതാകുമ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനും അതിൻ്റെതായിട്ടുള്ളൊരു ബെനിഫിറ്റ് പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഹാർഡ് കോപ്പി കിട്ടുമ്പോൾ ഒരു എക്സ്ട്രാ ലൈക്ക് ഹാർഡ് കോപ്പി കിട്ടുമ്പോൾ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഒരു ഫീൽ, രാവിലെ ചായയൊക്കെ എടുത്തിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ ഇങ്ങനെ തുറന്നെടുത്ത് വായിക്കുമ്പോൾ ഒരു ഫീൽ കിട്ടാം. പിന്നെ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞ് ഇത് വേണമെങ്കിൽ തൂക്കി വിൽക്കണമെങ്കിൽ തൂക്കി വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൈസ തിരിച്ചു കിട്ടുന്നല്ലാതെ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇതിൽ രണ്ടിലും ഇല്ല. പിന്നെ വേറൊരു ഒരു പോസിറ്റീവ് തിങ്, നമ്മുടെ ഈ പേപ്പർ മേടിക്കുന്ന സമയത്ത്, അതായത് സോഫ്റ്റ് കോപ്പി മേടിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ട് ഒരു പോസിറ്റീവ് തിങ്, നമുക്ക് എഡിഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ കേരളത്തിൽ തന്നെ ട്രിവാൻഡ്രം എഡിഷൻ ഉണ്ട്, തിരുവനന്തപുരം എഡിഷൻ ഉണ്ട്, കൊച്ചി എഡിഷൻ ഉണ്ട്, കോഴിക്കോട് എഡിഷൻ ഉണ്ട്, ഡൽഹി എഡിഷൻസ് ഉണ്ട്, ഇന്റർനാഷണൽ എഡിഷൻസ് ഉണ്ട്. നമുക്ക് ഏത് നാട്ടിലെ ന്യൂസ് പേപ്പർ വേണമെങ്കിൽ നമുക്ക് ലൈക്ക് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ തന്നെ കിട്ടും. അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട് ഓൺലൈന് ആയിട്ട് മേടിക്കുന്ന സമയത്ത്. അപ്പം നിങ്ങൾക്ക് അഥവാ ഹാർഡ് കോപ്പി ന്യൂസ് പേപ്പർ കയ്യിൽ കിട്ടുന്നില്ലെങ്കിൽ പോലും ഈ സോഫ്റ്റ് കോപ്പീസ്, ഈ പേപ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ന്യൂസസ് സെലക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ ന്യൂസുകൾ സെലക്ട് ചെയ്യാം? ഞാനൊരു ന്യൂസ് പേപ്പർ ഒരു എക്സാമ്പിൾ ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ലൈക്ക് ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഞാൻ എൻ്റെ എക്സാമ്പിൾ കാണിച്ചിട്ട് ഏതൊക്കെ ന്യൂസ് പേപ്പേഴ്സ്, എങ്ങനെയാണ് ന്യൂസസ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, പക്ഷേ നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുക എങ്ങനെയാണ് നമ്മൾ ന്യൂസ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിലബസിൽ പറയുന്ന പോലെ തന്നെ കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്. ഈ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്, ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള വാർത്തകൾ. ഓക്കെ, ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള വാർത്തകൾ. ആ ഒരൊറ്റ വേർഡിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ലൈക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ന്യൂസസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഓട്ടോമൊബൈൽ കമ്പനി ഒരു പുതിയ കാർ ലോഞ്ച് ചെയ്തു. നമുക്കത് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ന്യൂസ് ആണോ? ഒരിക്കലും അല്ല. അത് നമ്മൾ ലോഞ്ച് ചെയ്തു എന്നുള്ളത് നമുക്കൊരു ലൈക്ക് നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു ന്യൂസ് അല്ല. ലൈക്ക് ഓക്കെ, അവരവരുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു, ചിലപ്പോൾ അത് പെയ്ഡ് പ്രൊമോഷനായിട്ട് ന്യൂസ് പേപ്പറിൽ വന്നിരിക്കാം. ഓക്കെ, പക്ഷേ വേറൊരു ന്യൂസ്, ഇതേ കാർ തന്നെ അത് EV ആണ്, ഇലക്ട്രിക് വെഹിക്കിളാണ്, അതിന് ഗവൺമെൻറ് ഇത്ര % സബ്സിഡി ഉണ്ട്, FAME 2 പ്രകാരം ഇത്ര % സബ്സിഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ന്യൂസിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നത്? എന്താണ് ലൈക്ക് FAME 2 വരുന്നത്? എന്തിനാണ് ഫാസ്റ്റർ അഡോപ്ഷൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. അപ്പം എന്തിനാണ് നമ്മൾ ഈ FAME 2 ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് പെട്ടെന്ന് തന്നെ മാറാൻ വേണ്ടി, അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ എമിഷൻ കുറക്കാൻ വേണ്ടിയിട്ട്, എനർജി സേവിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറുന്നത്. അപ്പോൾ അതിന് ഗവൺമെൻറ് പോളിസി എന്താണ്, ഗവൺമെൻറ് എന്താണ് അതിൽ ചെയ്യുന്നത്? ഈ കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസിൽ വരേണ്ട കാര്യം. ഓക്കെ, ഒരു സെലിബ്രിറ്റി, 2 സെലിബ്രിറ്റീസ് തമ്മിൽ കല്യാണം കഴിച്ചു. ഓക്കെ ഫൈൻ, ലൈക്ക് ഹൂ കാസ്, നമുക്കെന്താ അതിൽ പ്രശ്നം? അവർ കല്യാണം കഴിക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ലൈക്ക് ഡിവോഴ്സ് ആവുന്ന അതാവട്ടെ, നമുക്കതിൽ ഇഷ്യൂള്ള കാര്യമല്ല. നമുക്ക് ലൈക്ക് നാഷണൽ ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ന്യൂസുകൾ, അത് മാത്രം നമ്മുടെ മൈൻഡിൽ വെച്ചാൽ മതി. പൊളിറ്റിക്കൽ ന്യൂസ് നാഷണൽ ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ളതായിരിക്കാം ചിലപ്പോൾ, പക്ഷേ നമുക്കത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനെ കൊണ്ട് ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, നിങ്ങളാണ് ഒരു UPSC ചെയർമാൻ, അല്ലെങ്കിൽ നിങ്ങളാണ് UPSCയുടെ ക്വസ്റ്റ്യൻ ഇടുന്ന ഒരാളെങ്കിൽ ഈ ന്യൂസിൽ നിന്ന് നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ ആണ് ഇടാൻ പോകുന്നത്, എന്ത് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന് നിങ്ങൾ ഫ്രെയിം ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ന്യൂസുകൾ സെലക്ട് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇനി അങ്ങനെ അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിരിക്കണം. പ്രീവിയസ് ഇയർ വന്നിരിക്കുന്ന കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, അത് എങ്ങനെയാണ് എവിടെ നിന്നൊക്കെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PYQs ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് UPSCയിൽ. അപ്പം ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എങ്ങനെ അത് നിങ്ങൾ ചിന്തിക്കാം. പിന്നെ സ്വാഭാവികമായിട്ട് സിവിൽ സർവീസ് ആസ്പിരൻസ് നമുക്ക് എല്ലാ വിഷയങ്ങളെ പറ്റിയിട്ടും ഒരു അത്യാവശ്യം ഡീസൻ്റ് ആയ ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. എല്ലാത്തിനെ പറ്റിയിട്ടും ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഡീപ്പർ നോളജ് ഇല്ലെങ്കിലും സർഫേസ് നോളജ് ആണെങ്കിലും ശരി, ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് എല്ലാത്തിനെ പറ്റിയിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ന്യൂസും വായിക്കുന്നതിലും തെറ്റൊന്നുമില്ല. ഓക്കെ, പിന്നെ എത്ര സമയം ന്യൂസ് പേപ്പർ വായിക്കാൻ എടുക്കും? ചിലപ്പം സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങൾ 4-5 മണിക്കൂർ എടുത്തു എന്നിരിക്കാം ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് ഡിക്ഷണറിയും കൂടി കയ്യിൽ വെക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ഡിക്ഷണറിയുടെ ആപ്പോ കാര്യങ്ങളോ എടുത്ത് വെച്ചിട്ട് എന്താണ് ആ വേർഡ് എന്നുള്ളത്, ഇതിന് ഡിക്ഷണറിൻ്റെ ആവശ്യമില്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് കാണുന്ന വേർഡുകൾ, പുതുതായിട്ട് നിങ്ങൾക്ക് കാണുന്ന വേർഡുകൾ എന്താണോ അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആ വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ വേർഡ് മീനിങ് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ വൊക്കാബുലറിയും ഇമ്പ്രൂവ് ആവും. ഓക്കെ, സോ ഞാൻ ഇന്നിപ്പം എടുത്തിരിക്കുന്നത് June 20th കോഴിക്കോട് എഡിഷൻ ന്യൂസ് പേപ്പറാണ്. ആൻഡ് എങ്ങനെയാണ് അതിൽ ന്യൂസുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാം. സോ ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ചിലപ്പം ഒരു ഫീലിംഗ് ആയിരിക്കാം, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഫീലിംഗ് ആയിരിക്കാം ഫ്രണ്ട് പേജിലെ ന്യൂസ് എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അത് തെറ്റാണ്. നമുക്ക് ഫ്രണ്ട് പേജിലെ ന്യൂസ് എല്ലാം ഒന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം എന്നില്ല. കാരണം ഫ്രണ്ട് പേജിൽ ഒരുപാട് പൊളിറ്റിക്കൽ ന്യൂസ് വന്നിരിക്കാം, റീജിയൻ വൈസ് വ്യത്യാസങ്ങൾ വന്നിരിക്കാം. ഫ്രണ്ട് പേജാണ് ന്യൂസാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്നില്ല. ഓക്കെ, സോ ഫസ്റ്റ് ന്യൂസ് ഫ്രം ദ ലെഫ്റ്റ്, ഒഫീഷ്യൽ ഡാറ്റ, മോർ ഫ്രീക്വൻറ്റ് സർവേസ് ആൻഡ് ക്വിക്കർ റിസൾട്ട്സ് ആർ ഓൺ കാർഡ്സ്. ഇത് it says center is eyeing an increase in the frequency of some critical official surveys including the periodic surveys to measure the employment and releasing their result faster to the facilitate timely and informed policies decisions to a top statistics ministry official said on Wednesday. So government some surveys നെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. സോ നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. നെക്സ്റ്റ് ഈസ് ഹോൾഡ് ടോക്ക് വിത്ത് ദലൈ ലാമ, US lawmakers else China. ദലൈ ലാമ ഇഷ്യൂ പണ്ട് മുതലേ നമുക്ക് അത്യാവശ്യം ഇന്റർനാഷണൽ റിലേഷൻസിലും അതുപോലെ തന്നെ എല്ലാത്തിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ദലൈ ലാമയുടെ ഇഷ്യൂ, ഇന്ത്യ ചൈന റിലേഷൻസിലൊക്കെ. സോ ദലൈ ലാമയുടെ ന്യൂസ് ആണ്, ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. ഓക്കെ, ദെൻ ക്യാബിനറ്റ് ക്ലിയേഴ്സ് MSP ഹൈക്ക് ഫോർ ഖാരിഫ് ക്രോപ്പ്. ഖാരിഫ് ക്രോപ്പിൻ്റെ MSPs മിനിമം സപ്പോർട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു, ഹൈക്ക് ചെയ്യുന്നു എന്നതാണ്. ക്യാബിനറ്റ് ക്ലിയേഴ്സ്. ഓക്കെ, ക്യാബിനറ്റ് ഗിവ്സ് അപ്രൂവൽ ഫോർ ഹൈക്കിംഗ് ദ മിനിമം സപ്പോർട്ട് പ്രൈസ് ഓഫ് ഓൾ മാൻഡേറ്റഡ് ഖാരിഫ് ക്രോപ്സ്. സോ ഖാരിഫ് ക്രോപ്പ് എന്താണ്? ഓക്കെ, അതിൻ്റെ MSPs മിനിമം സപ്പോർട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് മിനിമം സപ്പോർട്ട് പ്രൈസ്? സോ ഇത് ഓൾസോ ഈ ന്യൂസ് ഓൾസോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് വിൽ ക്ലിയർ അരിയേഴ്സ് when situations improves government. Will clear arrears when arrears of benefits due to government employees and pensions will be given as soon as that. Okay, actually ഇതൊരു സ്റ്റേറ്റ് ന്യൂസ് ആണ്. അതായത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ പെൻഷൻ പോലുള്ള ബെനിഫിറ്റുകളുടെ അരിയേഴ്സ്, പെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങൾ അത് ക്ലിയർ ചെയ്യുന്നുള്ളൊരു കാര്യമാണ്. ഇത് ആക്ച്വലി നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. കാരണം അതൊരു ഒന്നാമത്തെ കാര്യം അത് സ്റ്റേറ്റ് ന്യൂസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഓക്കെ അത് അവർ ക്ലിയർ ആയി എന്നാലും നമുക്ക് പ്രത്യേകിച്ച് ക്വസ്റ്റ്യനും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനില്ല. ഓക്കെ, സോ അത്രേ നമുക്ക് ഈ ഫ്രണ്ട് പേജിൽ ഉള്ളൂ. പിന്നെ ഇന്നർ പേജിലുള്ള ന്യൂസുകളുടെ ചെറിയ ഹിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് പരസ്യങ്ങൾ, സ്വാഭാവികമായിട്ടും ഹിന്ദു ന്യൂസ് പേപ്പർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് IAS അക്കാഡമീസിൻ്റെ പരസ്യങ്ങൾ നമുക്കിതിലുണ്ടാവും. ഓക്കെ, ജസ്റ്റ് വേണമെങ്കിൽ നോക്കാം. പിന്നെ വരുന്ന സെക്കൻഡ് പേജ് എന്ന് പറയുന്നത് റീജിയൻ വൈസ് പേജാണ്. ഓക്കെ, റീജിയൻ വൈസ് പേജുകൾ സാധാരണഗതിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയൊരു കാര്യമല്ല, പക്ഷേ എന്നാലും ഒരു തവണയൊന്ന് കണ്ണോടിച്ച് പോകുന്നത് നല്ലതാണ്. കാരണം ചിലപ്പോൾ ഏതെങ്കിലും ന്യൂസുകൾ നമുക്ക് സ്ട്രൈക്കിംഗ് ആയി അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. പുറത്തിപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് ബോംബ് ബ്ലാസ്റ്റ്, പോലീസ് കണ്ടക്ട് എക്സ്റ്റൻസീവ് സെർച്ച് ഇൻ പൊളിറ്റിക്കലി സെൻസിറ്റീവ് ഏരിയാസ്. കണ്ണൂരിലുള്ള ആ ഒരു ബോംബ് ബ്ലാസ്റ്റിനെ പറ്റിയിട്ടാണ്. മറ്റേ തേങ്ങ എടുത്ത സമയത്ത് തേങ്ങയുടെ കൂടെ ഒരു സ്റ്റീൽ ബോംബ് കിട്ടി, അത് പൊട്ടിയ ഒരു ന്യൂസിനെ പറ്റിയിട്ടാണ് ഇതിനെ പറ്റിയിട്ട് ഇവിടെ പറയുന്നത്. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കുന്നതിൽ
തെറ്റില്ല. കാരണം നമ്മുടെ തൊട്ടടുത്ത് നടന്നിരിക്കുന്ന ഒരു ബോംബ് ബ്ലാസ്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ ലൈക്ക് ഓക്കെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നടന്നിരിക്കുന്ന ഒരു പൊളിറ്റിക്കലി ഉള്ള ഒരു ഇവന്റ്, പൊളിറ്റിക്കലി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഓക്കെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ പുറത്തുള്ള ആരെങ്കിലും ചോദിച്ചിട്ട് നിങ്ങളുടെ അവിടെ ഒരു ബോംബ് പൊട്ടിയല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഏത് ബോംബ്, എന്ത് ബോംബ് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കാര്യം എന്താണെന്നുള്ളത് അറിഞ്ഞു വെക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ നമുക്കത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ള കാര്യമല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ്, രാഹുൽ ഗാന്ധി ഫെയിൽ ടു മെയിൻറ്റെയിൻ ഡെമോക്രാറ്റിക് ഡീസൻസി LDF. പൊളിറ്റിക്കൽ ന്യൂസ് ആണ്, നമുക്കത് വായിച്ചിട്ട് യാതൊരു കാര്യവും കിട്ടാനില്ല അതിൽ. ഓക്കെ, സോ പൊളിറ്റിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് വലിയ അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. പൊളിറ്റിക്സിൽ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ വായിക്കാത്രേ ഉള്ളൂ. ദെൻ +1 സ്റ്റുഡൻസ്, ഇത്ര ആൾക്കാർ അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലാണ്, സ്റ്റേറ്റ് ന്യൂസ് ആണിത്. +1 അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ എഗെയിൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, ആൻഡ് 92% ഓഫ് ലാൻഡ് അക്വയർഡ് ഫോർ കോഴിക്കോട് വയനാട് ടണൽ റോഡ് പ്രോജക്റ്റ്. ഓക്കെ, ലൈക്ക് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിലും കൂടി ദർ ഈസ് ഒരു ടണൽ റോഡ് പ്രൊജക്റ്റ് നടക്കുന്നുണ്ട് കോഴിക്കോടും വയനാടും കണക്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ എന്താണെന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലെങ്കിലും ചിലപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ ചോദിച്ചേക്കാം. കാരണം ഓക്കെ നിങ്ങളുടെ ലൈക്ക് ഡിസ്ട്രിക്റ്റിൽ അങ്ങനെ ഒരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ടല്ലോ, കാരണം ഇത് ചിലപ്പം കുറച്ച് കഴിയുമ്പോഴേക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് വന്നേക്കാം. സോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇത് കോഴിക്കോട് എഡിഷനാണ് ന്യൂസ് പേപ്പർ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ലൈക്ക് ന്യൂസുകൾ അങ്ങനെ വരും. ദെൻ കെൽട്രോൺ ബാഗ്സ് 97 crores ഓർഡർ ഫ്രം നേവി. അവർക്ക് എന്താണ് സ്റ്റേറ്റ് കെൽട്രോൺ ഹാസ് ബാഗ്ഡ് ആൻ ഓർഡർ ഓഫ് 97 crores ഫ്രം ഇന്ത്യൻ നേവി ടു മാനുഫാക്ചർ വേരിയസ് ഡിഫൻസ് ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സ് റിക്വയർഡ് ടു അണ്ടർ വാട്ടർ ഓപ്പറേഷൻ. സോ അണ്ടർ വാട്ടർ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നേവിക്ക് വേണ്ടിയിട്ടുള്ള ചില ഡിഫൻസ് എക്യുപ്മെന്റ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കെൽട്രോൺ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, ഒരു കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് നോക്കുക എന്താണ് ലൈക്ക് എന്തൊക്കെ പ്രൊജക്ട് ലൈക്ക് എക്യുപ്മെന്റ്സ് ആണെന്നുള്ളത് നോക്കുക. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇതിലില്ല. ഓക്കെ, എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടാൽ മതി. നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊന്നും വരുന്നില്ല അതിൽ. ഓക്കെ, ദെൻ അഗെയിൻ തേർഡ് പേജ് ഓൾസോ റീജിയണൽ പേജ് ആണ്. ഡിസ്ട്രിക്ട് ലെവൽ റീഡിംഗ് വീക്ക് സെലിബ്രേഷൻ ഗെറ്റ് ഓഫ് ഓൺ ഗുഡ് സ്റ്റാർട്ട്. വി ഡോണ്ട് നീഡ് ദാറ്റ് ന്യൂസ്, ആവശ്യമില്ല. ബീച്ച് ടൂറിസം ഡെസ്റ്റിനേഷൻസ് ഇൻ കോഴിക്കോട് ടു ഗെറ്റ് ഫേസ് ലിഫ്റ്റ്, അതും ഈ പറഞ്ഞ റീജിയണൽ ന്യൂസ് ആണ്, നമുക്ക് ആവശ്യമില്ല. ദെൻ റാപ്പിഡ് സർവേ അൺവീൽ ത്രൈവിംഗ് ബയോഡൈവേഴ്സിറ്റി ഓൺ IIM ക്യാമ്പസ്. ഓക്കെ, IIM കോഴിക്കോടിൻ്റെ ക്യാമ്പസിൽ റാപ്പിഡ് സർവേ അൺറിവീൽസ് ത്രൈവിംഗ് ബയോഡൈവേഴ്സിറ്റി. സോ സംതിങ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റ് ആൻഡ് സംതിങ് ലൈക്ക് ദാറ്റ്, വെസ്റ്റേൺ ഗട്ട്സും റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നമുക്ക് വായിക്കാം, ആവശ്യമുള്ള കാര്യമാണ്, ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഈവൻ ദോ ഇത് സ്റ്റേറ്റ് ന്യൂസ് ആണെങ്കിലും ശരി നമുക്ക് സിലബസുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു സംഭവമാണ്. സോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ദെൻ NGO യൂണിറ്റ് കോൾ ഫോർ ആൾട്ടർനേറ്റീവ് പോളിസീസ് ടു സ്ട്രെങ്തൻ ദ സിവിൽ സർവീസസ്. സോ സംതിങ്സ് റിലേറ്റഡ് ടു സിവിൽ സർവീസസ്, ബട്ട് ആക്ച്വലി ലൈക്ക് അത് സ്റ്റേറ്റ് സർവീസ് ആണോ എന്ന് സംശയമുണ്ട്. നോ. ഓക്കെ, സോ NGO യൂണിയൻ, Kerala NGO Union and Influence Left Learning Organization represent the non-gazetted office called for a corruption-free and efficient civil service while seeking alternative economic policies to counter the union government neo-liberal agenda. Not important. Okay, ആവശ്യമില്ല, just leave it. ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. Then domestic violence cases, High Court seeks response of police to accused plea. Again, some specific important ആയിട്ടുള്ള ന്യൂസിന് അല്ല സ്പെസിഫിക് ഇവൻറ്റിനെ സംഭവിച്ചിട്ടുള്ള സംഭവമാണ്. ലൈക്ക് ഡൊമസ്റ്റിക് വയലൻസിനെ പറ്റി ലൈക്ക് നമുക്ക് ആവശ്യമില്ല ഇപ്പോൾ നല്ല ആവശ്യമില്ല. ദെൻ ട്രെമേഴ്സ് ഇൻ തൃശ്ശൂർ, പാലക്കാട്, സ്റ്റേറ്റ് ന്യൂസ് ആണ്. നോട്ട് ഇമ്പോർട്ടൻറ്റ് ബട്ട് ആക്ച്വലി ലൈക്ക് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ലൈക്ക് എർക്യൂക്ക് നടന്നിട്ടുണ്ട്, ഒരു ട്രെമേഴ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് മനസ്സിലാക്കിയിരിക്കുക. ബിലോ 5 ഉള്ള ഒരു എർക്യൂക്കാണ്, പക്ഷെ എന്നാലും അതെന്താണെന്ന് മനസ്സിലാക്കുക. സോ എർക്യൂക്ക് എന്താണ്, ലൈക്ക് നമ്മൾ ഇവിടെ എർക്യൂക്കിന് വല്ല ലൈക്ക് ഫയർ ഏരിയയിൽ, റിംഗ് ഓഫ് ഫയർ ഏരിയയിൽ വരുന്ന, അല്ല നോട്ട് റിംഗ് ഓഫ് ഫയർ, ലൈക്ക് എർക്യൂക്ക് പ്രോൺ ഏരിയയിലാണോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉള്ളത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. വുമൻ കിൽഡ് ഇൻ ആക്സിഡൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ് മീൻസ് നമുക്ക് ആവശ്യമില്ല, ദാറ്റ്സ് ഇറ്റ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ടു അഡ്രസ് ദ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ടെക് VCs, നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ us. ദ നെക്സ്റ്റ് പേജ്, 4th പേജ് കേരള ന്യൂസ് ആണ്. ഈ ഫ്രണ്ട് പേജിൽ നിന്നുള്ള ന്യൂസിൻ്റെ കണ്ടിന്യൂഷൻ ഇവിടെ വരുന്നുണ്ട് ഫ്രം ഫ്രണ്ട് പേജ്. ഓക്കെ, ദെൻ ഇല്ലീഗൽ ഹോർഡിങ്സ് നീക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആവശ്യമില്ല. അപ്പോയിൻമെൻറ്റ് സ്പെഷ്യൽ ഓഫീസർ ടു വെരിഫൈ ദ ഡീഡ്സ് ഇൻ ഇടുക്കി ഹൈക്കോർട്ട്, നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇതൊന്നും നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല.
മൺസൂണിനെ പറ്റി പറയുന്നുണ്ട്. മൺസൂൺ ടേൺസ് ആക്റ്റീവ്, ഇൻറ്റൻസ് റെയിനി സീസൺസ്, മൺസൂൺ വരുന്നുണ്ട്. സോ എന്താണ് മൺസൂൺ എന്നുള്ളത് മനസ്സിലാക്കുക. ലൈക്ക് നമ്മളൊരു ന്യൂസ് ഒരു വേർഡ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അതിൻ്റെ ബാക്കിലേക്ക് എന്താണ്, അതെന്താണ് അതിന് മീൻ ചെയ്യുന്നത് എന്ന് നമ്മൾ തിരഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും. ദെൻ സംതിങ് അബൌട്ട് ലൈക്ക് ബൈപോൾ. ഓക്കെ, ബൈ ഇലക്ഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇവിടെ ആക്ച്വലി ലൈക്ക് ബൈപോളിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസാണ് വന്നിരിക്കുന്നത്. അത് രാഹുൽ ഗാന്ധി വയനാട് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഒഴിവാക്കി റായ്ബറയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ബൈപോൾ വരുന്നുണ്ട് എന്നതാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു ന്യൂസാണ് എന്ന് തോന്നിയേക്കാം. പക്ഷേ എങ്ങനെയാണ് ഈ ബൈപോൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ ബൈപോൾ വരുന്നു? എത്ര കോൺസ്റ്റിറ്റ്യുവൻസീസ് ഒരാൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, ഒരു മെമ്പറായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും? ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വ്യക്തിക്ക്, ഒരു മെമ്പർ ഓഫ് പാർലമെന്റിന് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിനെ മാത്രമേ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ പാർലമെന്റിൽ. പക്ഷെ അദ്ദേഹത്തിന് 2 കോൺസ്റ്റിറ്റ്യുവൻസീസിൽ വരെ മത്സരിക്കാം. അപ്പോൾ 2 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഒരുമിച്ച് ജയിക്കുന്നതാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഗിവ് അപ്പ് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ രണ്ടും നഷ്ടമാവും. 2 കോൺസ്റ്റിറ്റ്യുവൻസീസിനും നഷ്ടമാവും, 2 സ്ഥലത്തും ബൈപോൾ വരും. സപ്പോസ് ഏതെങ്കിലും ഒരെണ്ണം റിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ, അപ്പം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരു ബൈ ഇലക്ഷൻ വരാൻ പോകുന്നത്. സോ പ്രിയങ്ക ഗാന്ധി ഈസ് ഗോയിങ് ടു കണ്ടസ്റ്റ് ദാറ്റ് ഇലക്ഷൻ ഇൻ വയനാട്. സോ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇലക്ഷൻ ടു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ നമ്മളത് വായിക്കാം. സൗത്ത് ന്യൂസ് ആണ്, 5th പേജ്. ഓക്കെ, ദെൻ ദർ ഇസ് എ ന്യൂസ് കോൾഡ് 9 die after consuming സ്പ്യൂരിയസ് ലിക്കർ ഇൻ തമിഴ്നാട്. വ്യാജമദ്യം കഴിച്ചിട്ട് തമിഴ്നാട്ടിൽ 9 പേര് മരിച്ചു എന്നുള്ളതാണ്. അത് ലൈക്ക് അതിൻ്റെ കൗണ്ട് കൂടിയിട്ടുണ്ട്, ആൾക്കാർ കൂടുന്നുണ്ട്. ഇത് ലൈക്ക് നെക്സ്റ്റ് ഡേ ഒരു വലിയ ന്യൂസായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എനിവേ ജസ്റ്റ് ആ ഒരു ഈ സമയത്തൊന്നും ജസ്റ്റ് ഒന്ന് നോക്കുക, ഇത് എന്താണ് സംഭവം എന്നുള്ളത് നോക്കുക. അടുത്ത ദിവസം ഇത് ഫ്രണ്ട് പേജ് ന്യൂസ് തന്നെയായിട്ട് വന്നിട്ടുണ്ട്. ആർമീസ് Delta 5 മോട്ടോർ സൈക്കിൾ എക്സ്പെഡിഷൻ ലീവ്സ് ഹൈദരാബാദ്. സംതിങ് ലൈക്ക് മോട്ടോർ സൈക്കിൾ എക്സ്പെഡിഷൻ, അവർ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്, നോട്ട് ഇമ്പോർട്ടൻറ്റ്. പോലീസ് ബുക്ക് ഹൈദരാബാദ് സ്കൈ ഓവർ എക്സ് പോസ്റ്റ് എബോവ് ദ പവർ കട്ട്. Posting X about power cuts in Hyderabad for not important. Then Pawan Kalyan takes charges as Deputy Chief Minister in Andhra Pradesh. Political news ആണ്. ഓക്കെ, ഓക്കെ, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ. ആക്ച്വലി ലൈക്ക് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നമുക്ക് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ വൈസ് ഉണ്ടോ? ഇല്ല. നമുക്ക് ചീഫ് മിനിസ്റ്റർ അല്ലാതെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നൊരു പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വൈസ് ഇല്ല. അതിന് സെപ്പറേറ്റ് ആയിട്ട് സാലറി കാര്യങ്ങളൊന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്കിതിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ, ബട്ട് ഒരു പോസ്റ്റ് എന്ന രീതിയിൽ, അത് സപ്പോസ് ലൈക്ക് ചീഫ് മിനിസ്റ്റർ ഇല്ലാത്ത സമയത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ്, അല്ലെങ്കിൽ ഒരു പദവി എന്ന് കൊടുക്കാൻ മാത്രം. ഓക്കെ, ദെൻ DK Shivakumar hints at contesting bipole. Again bipole. Then Bayard hit by its LS poll victory, KPCC to meet today for a SWOT analysis. Political news ആണ്, not important. പിന്നെയും കുറേ പരസ്യങ്ങൾ. ഹിയർ എഡിറ്റോറിയൽ. നമ്മൾ കുറച്ച് ടൈം എടുത്ത് ശ്രദ്ധ കൊടുത്ത് വായിക്കേണ്ട ഒരു സംഭവമാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി എഡിറ്റോറിയൽസ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. ആൻഡ് എഡിറ്റോറിയൽ വായിക്കാൻ നിങ്ങൾ കൂടുതൽ കുറച്ച് സമയം എക്സ്ട്രാ ചിലവഴിച്ച് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്കത് മെയിൻസിന്, പ്രിലിംസിനാണ് മെയിൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് എഡിറ്റോറിയൽ എന്നുള്ളൊരു സംഭവം. ഓക്കെ, ഫസ്റ്റത്തെ ഇവിടെ എഡിറ്റോറിയൽ ക്രൈസിസ് ആൻഡ് പ്രൊളോങ്ഡ് സമ്മർ ഷുഡ് ബി ക്ലാസിഫൈഡ് ആസ് നാച്ചുറൽ ഡിസാസ്റ്റർ. പ്രൊളോങ്ഡ് സമ്മർ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ഒരു ഹീറ്റ് വേവും കാര്യങ്ങളൊക്കെ കുറച്ച് നാളായിട്ട് ഭയങ്കര പ്രശ്നമുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് പ്രൊലോങ്ഡ് ആയിട്ടുള്ള സമ്മർ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഇതുവരെ സമ്മർ എന്ന് പറയുന്നത് നമുക്കൊരു നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തില്ല. ഹീറ്റ് വേവ് ഓക്കെ നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ആയിട്ട് നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തില്ല. ഹീറ്റ് വേവ് കോൾഡ് വേവ് ഒക്കെ. ബട്ട് പ്രൊലോങ്ഡ് സമ്മർ നമ്മൾ ഇതുവരെ ആയിട്ട് കൺസിഡർ ചെയ്തില്ല. പക്ഷേ ആക്ച്വലി പ്രൊലോങ്ഡ് സമ്മറും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ലൈക്ക് വാട്ട് ഈസ് ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ട്രക്ചർ ഇൻ അവർ കൺട്രി, എങ്ങനെയാണ് ഈ ഡിസാസ്റ്റർ കൺസിഡർ ചെയ്യുന്നത്, പ്രൊലോങ്ഡ് സമ്മർ ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നതൊക്കെയാണ് ഈ പറയുന്ന എഡിറ്റോറിയൽ ഉള്ളത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ശശി തരൂറിൻ്റെ ഒരു എഡിറ്റോറിയലാണ് ബ്ലൂ പ്രിന്റ്സ് ബിയോണ്ട് ബോർഡേഴ്സ് ഫോർ സൊളേഴ്സ് ആൻഡ് ഷെൽട്ടേഴ്സ്. ആക്ച്വലി ലൈക്ക് ഒരല്പം കട്ടിയായിരിക്കും സ്വാഭാവികമായിട്ടും പുള്ളിയുടെ ഒരു എഡിറ്റോറിയൽ എന്നുള്ളത്. നമുക്കത് ചിലപ്പോൾ ഡിക്ഷണറി ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഇനി ചിലപ്പോൾ ഡിക്ഷണറി വെച്ചിട്ടും ചിലപ്പോൾ നടന്നൊന്നും വരില്ല. നമ്മളിത് എടുത്തിട്ട് വേറെ എന്തെങ്കിലും സോഴ്സിലേക്ക് കൂടി ഇത് മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ,
So actually this editorial is about refugees. Okay, റെഫ്യൂജീസിനെ പറ്റിയിട്ടാണത്. ഓക്കെ ഫൈൻ. ദ വേൾഡ് റെഫ്യൂജി ഡേ ആണ് 20th ജൂൺ വരുന്നത്. അപ്പം റെഫ്യൂജീസ് ക്രൈസിസിനെ പറ്റിയിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ വരുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കാൻ തന്നെ ഇത്രയും സമയം എടുത്തു നമ്മൾ എന്താണ് എന്നത്. റെഫ്യൂജി ക്രൈസിസിനെ പറ്റിയിട്ടാണ് എഡിറ്റോറിയൽ വരുന്നത്. സോ എന്താണ് ആക്ച്വലി ഈ റെഫ്യൂജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അഭയാർത്ഥികൾ എങ്ങനെയാണ് റെഫ്യൂജീസിനെ ലൈക്ക് ഇന്ത്യ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, അവർക്ക് നമ്മൾ അസൈലം ലൈക്ക് അഭയം കൊടുക്കുന്നത് എങ്ങനെയാണ്, കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, ആൻഡ് റെഫ്യൂജീസിനെ ട്രീറ്റ് ചെയ്യുന്നതിനുള്ള ലെജിസ്ലേഷൻസ്, ഐ മീൻ ലൈക്ക് ലോസ് എന്തൊക്കെയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, ഈ റെഫ്യൂജീസിന് നമുക്ക് സിറ്റിസൺഷിപ്പ് പിന്നെ കൊടുക്കാനുള്ള ഓപ്ഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് ലൈക്ക് കാണാൻ പറ്റും. ഐ മീൻ ലൈക്ക് എഡിറ്റോറിയലല്ല, ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും. സോ നമ്മളൊരു സമയം ഇരുത്തിയിട്ട് തന്നെ പുള്ളിയുടെ എഡിറ്റോറിയൽ വായിക്കുക. വെർത്തി റീഡിങ്, നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. ആൻഡ് റീഡ് ബിയോണ്ട് ദാറ്റ്. ഓക്കെ, അതിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ ലൈക്ക് ആസ്ക് വൈ ടു യുവർ സെൽഫ്. ഓക്കെ, ലൈക്ക് നിങ്ങളോടൊന്ന് ചോദിക്കുക വൈ ടു യു, എന്തിന്, എന്തുകൊണ്ട്, എന്താണത് എന്ന് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക. ലൈക്ക് എന്തുകൊണ്ടത് അങ്ങനെ പറയണു എന്ന ചോദ്യം നിങ്ങൾ തന്നെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കണ്ടെത്തുന്ന സമയത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഈസ് കാസ്റ്റ് എഫേർ ടു എൻഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഷുഡ് ബി മോർ ദാൻ ഹൈഡ് കാസ്റ്റ് ഐഡന്റിറ്റി. സംതിങ് റിലേറ്റഡ് ടു കാസ്റ്റ് റിലേറ്റഡ് സംതിങ് ആണ്. ഓക്കെ, സോ സൊസൈറ്റി, സോഷ്യൽ ജസ്റ്റിസ് പോലുള്ള ടോപ്പിക്കുകൾ സിലബസിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കാസ്റ്റ് ഇഷ്യൂസ്. ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. ഓക്കെ, തേർഡ്. ഓക്കെ, നേരത്തെ നമ്മൾ സെക്കൻഡ് പറഞ്ഞു എഡിറ്റോറിയൽ. ഓക്കെ, ആൻഡ് സ്റ്റോറി ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടു വൺ ഓഫ് എംപവർമെന്റ്. ഓക്കെ, ദിസ് ഈസ് ഓൾസോ സംതിങ് റിലേറ്റഡ് ടു refugees crisis. Okay, the Sri Lanka something ആണ്. സി ചന്ദ്രഹാസൻ, ഫൗണ്ടർ ഓഫ് ഓർഗനൈസേഷൻ ഫോർ ഈലം റെഫ്യൂജീസ് റീഹാബിലിറ്റേഷൻ. സോ ശ്രീലങ്കൻ റെഫ്യൂജീസിനെ പറ്റിയിട്ടുള്ള സംതിങ് ന്യൂസസ് ആണ്, ശ്രീലങ്ക റിലേറ്റഡ് ഉള്ളതാണ്. ഡെഫിനറ്റ്ലി വി ഹാവ് ടു റീഡ് ഇറ്റ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഓക്കെ, ആൻഡ് അഗെയിൻ ലൈക്ക് നെക്സ്റ്റ് 7th പേജ് ഒപ്പീനിയൻ പേജിലാണ് റോഹിംഗ്യ ക്രൈസിസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഒപ്പീനിയൻ ആണ്. അഗെയിൻ ഓക്കെ, റെഫ്യൂജീസിൻ്റെ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. ഡിക്കേഡ്സ് ഓഫ് അൺസർട്ടനിറ്റി ഫോർ ടിബറ്റൻ റെഫ്യൂജീസിനെ പറ്റി പറയുന്നുണ്ട്. സോ റോഹിംഗ്യ റെഫ്യൂജീസിനെ പറ്റിയുള്ളതുണ്ട്, ടിബറ്റൻ റെഫ്യൂജീസ് ഉണ്ട്, ഇതിൽ വായിക്കുക. ദെൻ ഡിസീസസ് വിത്ത് ഹയർ ബേർഡൻ ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ലാക്ക് റിസർച്ച് ഫണ്ടിങ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ഡിസീസസിനനുസരിച്ചിട്ട് ലൈക്ക് ഡിസീസ് കൂടുന്നതിനനുസരിച്ച് നമുക്കിവിടെ റിസർച്ച് ഫണ്ടിങ് ഇല്ല എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഏഷ്യ ആഫ്രിക്ക റീജിയനെ പറ്റിയിട്ടാണ്. സോ നമ്മൾ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നൊരു സംഭവമാണ്. ഓക്കെ, ആൻഡ് ഇതിൽ തന്നെ ലൈക്ക് ട്രീറ്റ്മെൻറ്റ് റിക്വയർ ആയിട്ടുള്ള ആൾക്കാരിൽ ഇന്ത്യയിൽ കാണുന്നത് 677 മില്യൺ പീപ്പിളാണ് ലൈക്ക് നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസസിന് ട്രീറ്റ്മെൻറ്റ് വേണ്ട ആൾക്കാർ. നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസസ്. ഓക്കെ, വാട്ട് യു മീൻ ബൈ നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസസ്, എന്താണത്, എങ്ങനെയാണ് ലൈക്ക് അതിൻ്റെ ലൈക്ക് ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് പറയുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ പോളിസി പാരാലിസിസും അതുപോലെ തന്നെ ലൈക്ക് ലാക്ക് ഓഫ് ഫണ്ടും ഒക്കെ ഉള്ളത് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇത് പറയുന്നത്. യു ഹാവ് ടു റീഡ് ഇറ്റ്. ഓക്കെ, സി ആക്ച്വലി ലൈക്ക് ഇഫ് ഐ ഓരോ ന്യൂസും നമ്മൾ വായിച്ചിട്ട് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം. സോ ഹിയർ വാട്ട് ഐ എം ടീച്ചിങ് യു ഇസ് ലൈക്ക് വാട്ട് ഐ എം ലൈക്ക് ടെല്ലിങ് യു ഇസ് എങ്ങനെ നമ്മൾ ന്യൂസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ആ ന്യൂസിൽ എന്നുള്ളതല്ല, ന്യൂസ് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ സെസ് ഓൺ ടിക്കറ്റ് വിൽ ഹെൽപ്പ് ഫിലിം ഇൻഡസ്ട്രീസ്. ഓക്കെ, ജസ്റ്റ് റീഡ് ഇറ്റ്. ഓക്കെ, ഇതെന്താണ്, സെസ് എന്താണ് എന്നുള്ളത് നോക്കുക, അതുപോലെ എങ്ങനെയാണ് അത് ഫിലിം ഇൻഡസ്ട്രീസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നോക്കുക. ഓക്കെ, 2 ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. Then Indian municipalities 100 years ago. Okay, just history ആണ് സംഭവം. 1924 സംതിങ്. Read it. Read means read beyond that. And page 1 നിന്നുള്ള continuation ഇവിടെ ഉണ്ട്. Page 1 നിന്ന് ന്യൂസ് 8th പേജ്. And Manipur conflict a law and order problem says ഒറാം. ഓക്കെ, അപ്പോൾ മണിപ്പൂർ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് ഇതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കിയ ആളാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് നോക്കുക. എന്താണ് മണിപ്പൂർ കോൺഫ്ലിക്റ്റ് വന്നിരിക്കുന്നത്? ട്രൈബൽ കോൺഫ്ലിക്റ്റ് ആണ്. കുക്കി ട്രൈബ്സും അവരുടെ ആ ഒരു ട്രൈബൽ കോൺഫ്ലിക്റ്റ് എന്താ വന്നിരിക്കുന്നത്, അതുപോലെ ലൈക്ക് എന്താ റീസൺസ്, എന്താ അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക. ദെൻ റോ ഓവർ വിസിറ്റ് ഓഫ് ഓസ്ട്രേലിയ ഡെപ്യൂട്ടി എൻവോയ് ടു ബംഗാൾ. Australian Deputy High Commissioner Nicholas McCaffrey was conveyed to no obligation to meet him. Not much important. Okay. Then for 1 second.
Not enough. Former NRC coordinator in Assam writes to PM. National Register of Citizenship. അതിൻ്റെ കോർഡിനേറ്റർ പ്രൈം മിനിസ്റ്റർക്ക് ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ എന്താണ് NRC, എന്താണ് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പ് എന്നത് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇൻ ദാറ്റ് പോയിന്റ് ഓഫ് വ്യൂ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. Then here, more frequent official surveys on cards. Okay, that's actually like front page in continuation. And both trains were on same track. Gateman had informed stations. Our train clash na pattitulladana West Bengal ulla. Okay, rendu ദിവസം മുമ്പുള്ളത്. So just read it. Railway to fill 18,799 vacancies to assistant loco pilot in 16 zones. So താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക ലോക്കോ പൈലറ്റിൻ്റെ വേക്കൻസീസിനെ പറ്റിയിട്ടുള്ളത്. ദെൻ ക്യാബിനറ്റ് ക്ലിയർസ്. ഇന്ത്യ US വർക്ക്സ് ഔട്ട് സ്ട്രാറ്റജീസ് ടു സ്കെയിൽ അപ്പ് കൊളാബറേഷൻ ഓൺ ക്രിട്ടിക്കൽ മിനറൽസ് അണ്ടർ ICET. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അനുരാഗ് ബെത്ര എലക്റ്റഡ് ടു ഗ്ലോബൽ TV അക്കാഡമി. നോട്ട് ഇമ്പോർട്ടൻറ്റ്. സോ വാട്ട് യു മീൻ ബൈ ദിസ് ഗ്ലോബൽ TV അക്കാഡമി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഗ്ലോബൽ ടെലിവിഷൻ ആൻഡ് ആർട്ട് സയൻസ് അക്കാഡമി എന്താണെന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് നോക്കി നോക്കുക. BJP ഫേസിങ് മൾട്ടിപ്പിൾ ചാലഞ്ചസ് അഹെഡ് ഓഫ് മഹാരാഷ്ട്ര പോൾസ്. പൊളിറ്റിക്കൽ ന്യൂസ് ആണ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്, ബട്ട് പൊളിറ്റിക്സിൽ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ വായിക്കാം. ദെൻ മഹോത്തി CM ഫേസ് നോട്ട് ഡിസൈഡ്. BJP സ്റ്റേറ്റ് ചീഫ്, പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. ഇന്ത്യ ടു ഹോൾഡ് കനിഷ്ക മെമ്മോറിയൽ ഇവൻറ്റ് ആസ് കാനഡ മൗണ്ട്സ് നിജാർ. ഓക്കെ, സോ സംതിങ് ആക്ച്വലി ലൈക്ക് ഈ ഖാലിസ്ഥാനി ഗ്രൂപ്പുകളും റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളും കാനഡയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. സോ നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്, ജസ്റ്റ് നോക്കുക, വായിക്കുക. കോൺഗ്രസ് ടു സ്കെയിൽ അപ്പ് പ്രൊട്ടസ്റ്റ് ഓവർ നീറ്റ് ഇഷ്യൂസ്. നീറ്റ് എക്സാമിൻ്റെ ഇഷ്യൂസ് വരുന്ന സമയത്ത് നമുക്ക് തീരെ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. ലൈക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നീറ്റ് എക്സാം നടത്തുന്നത്. അപ്പോൾ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്താണ്, ലൈക്ക് അതൊരു ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ, ലൈക്ക് എന്താണെന്ന്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണത്. ലൈക്ക് ഒരു ഏജൻസിയാണ്, ഗവൺമെൻറ് ഏജൻസിയാണ്. എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്, എന്തൊക്കെ എക്സാംസ് ആണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി വെക്കുന്നത് നല്ലതാണ്. റീസ്റ്റോർ statutes to original sites in Parliament complex. Not important. CASF yet to order for parliamentary security. Yet to get orders for parliamentary security. So Parliament security ചെയ്യുന്നത് CASF ആണ്, Central Industrial Security Force ആണ്. So like അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ന്യൂസ് ആണ്, ജസ്റ്റ് വായിക്കുക. നിസാർ അഹമ്മദ്, ദ ഹിന്ദു സീനിയർ ഫോട്ടോ ജേർണലിസ്റ്റ്, പാസ്ഡ് അവേ ഇൻ ശ്രീനഗർ. ഓക്കെ, നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്, ബട്ട് ഹിന്ദുയുടെ ഒരു സീനിയർ ന്യൂസ് ഫോട്ടോഗ്രാഫറാണ്, മരിച്ച ന്യൂസാണത്. സോ ഓക്കെ ഫൈൻ. 10th പേജ്, ഇന്ത്യാസ് ഐസ് ബ്രേക്ക് ത്രൂ അഗെയിൻസ്റ്റ് സിക്കിൾ സെൽ. സോ സിക്കിൾ സെൽ അനീമിയനെ പറ്റിയിട്ടുള്ള സംഭവമാണത്. ക്രിസ്പർ കാസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. സോ ബയോടെക്നോളജി, സംതിങ് സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. മസ്റ്റ് യു ഹാവ് ടു റീഡ് ഇറ്റ്. ഓക്കെ, ദെൻ ടൂറിസ്റ്റ് ലോഡ്ജ് ഇൻ വെസ്റ്റ് ബംഗാൾ, നോ ഇഞ്ചുറീസ്. ഇതൊക്കെ ന്യൂസ് ആണ്. ED അറസ്റ്റ് എ മാൻ ലിങ്ക്ഡ് ടു ഹവാല സിൻഡിക്കേറ്റ്. DGCA issues advisory on gender equality. So what do you mean by DGCA, Director General of Civil Aviation? അവരെന്താണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്, ക്യാബിൻ ക്രൂസിനെ സംബന്ധിച്ചെന്തോ ജെൻഡർ ഈക്വാലിറ്റിനെ സംബന്ധിച്ചുള്ള എന്തോ ഒരു കാര്യമാണ് അവർ ഡയറക്റ്റ് കൊടുത്തിരിക്കുന്നത്. പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് റെക്കമെൻഡ് മെഷേഴ്സ് സച്ച് ആസ് റിട്ടേൺ ടു വർക്ക് പോളിസീസ് ഫോർ വുമൺ ആൻഡ് വുമൺ ഓൺ എ കരിയർ ബ്രേക്ക്. സോ സംതിങ് ജെൻഡർ ഇൻഇക്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ DGCA റെക്കമെൻഡേഷൻ സംതിങ് ആണ്. സോ ജസ്റ്റ് വായിക്കുക. 2 militant killed in Jammu and Kashmir gunfight, a man helped over Riyasi attack. So news ആണ്. Okay, just news ആണ്. PM inaugurated Nalanda University campus in Bihar. Okay, this actually like history related ആയിട്ട് വരുന്ന ഒരു സംഭവമാണത്. PM inaugurate ചെയ്തിരിക്കുന്നു നളന്ദ യൂണിവേഴ്സിറ്റി. സോ നളന്ദ യൂണിവേഴ്സിറ്റി ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നളന്ദ, തക്ഷശില യൂണിവേഴ്സിറ്റീസ് ഒക്കെ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം PM ഇനോഗ്രേറ്റ് ചെയ്തു എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാം. ഈ നളന്ദ റിലേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചിട്ടോ ലൈക്ക് ആരാണ് നളന്ദ ലൈക്ക് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്, അതെങ്ങനെ ലൈക്ക് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു, ബക്തിയാർ, ആ കാര്യങ്ങളൊക്കെ. ഓക്കെ ഫൈൻ. സോ ഖിൽജി ഡൈനാസ്റ്റിയുടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ നെക്സ്റ്റ് ലൈക്ക് പ്രിലിംസിലോ പ്രിലിംസിൽ കൂടുതലായിട്ടും സാധ്യതയുള്ളതാണ് ഇത്തരം ന്യൂസുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം നളന്ദ യൂണിവേഴ്സിറ്റീൻ്റെ ഹിസ്റ്ററി
അത് നോക്കാം. PM ഇനോഗ്രേറ്റ് ചെയ്തത് എന്നതിനേക്കാൾ കൂടുതൽ ഇത് നളന്ദ യൂണിവേഴ്സിറ്റി പണ്ട് എന്തായിരുന്നു, അതിൻ്റെ ഹിസ്റ്ററി, അതെങ്ങനെ നശിപ്പിക്കപ്പെട്ടു, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ ഹമാര ബാര ഗെറ്റ്സ് നോട്ട് ഫോർ റിലീസ് ആഫ്റ്റർ ഡിലീറ്റിംഗ് സം സീൻസ്. ഇതാണ് മൂവീനെ പറ്റിയിട്ടാണ് പറയുന്നത്. സുഡോക്കും ഒക്കെ ഉണ്ട്. ബിസിനസ് ന്യൂസ് സാധാരണ ആൾക്കാർ നെഗ്ലക്ട് ചെയ്യുന്നൊരു സംഭവമാണ്. ബിസിനസ് ന്യൂസ് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ലാന്ന്. പക്ഷേ ഈ എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ അത്യാവശ്യം വരാറുണ്ട്, ഈ ബിസിനസ് ന്യൂസിൽ വരാറുണ്ട്. ഇവിടെ നോക്കൂ, ടാറ്റ മോട്ടോഴ്സ് ഇൻക്രീസസ് CV പ്രൈസ് സംതിങ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്. നീഡ് ടു ആസ്ക് ഇഫ് ഡിക്ലൈൻ ഇൻ ഇൻഇക്വാലിറ്റി ഈസ് എ ഗുഡ് തിങ്. അതായത് ഇൻഇക്വാലിറ്റി ഡിക്ലൈൻ ആവുന്നത്, നീഡ് ടു ആസ്ക് ഇഫ് ഡിക്ലൈൻ ഇൻ ഇൻഇക്വാലിറ്റി ഈസ് എ ഗുഡ് തിങ്. സോ പ്രൈം മിനിസ്റ്ററുടെ എക്കണോമിക് അഡ്വൈസർ ആണ് ചോദിക്കുന്നത് whether to ask decline in the inequality as suggested to the latest household consumption expenditure surveys. So okay, important ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, സംതിങ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിനെ പറ്റിയിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട്. സോ എക്കണോമി ടോപ്പിക് വെച്ച് നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണത്. SBI Khara pitches for tax relief on interest income in budget. State Bank of India chairman Dhanesh Kumar Khara has pitched for tax relief on interest income, saying okay, interest income ടാക്സ് റിലീഫിനെ പറ്റിയിട്ടാണ് സംതിങ് പറയുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആൻഡ് വോഡഫോൺ സെൽസ് 18% ഓഫ് ഇൻഡസ് ടവേഴ്സ്, നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. ദെൻ ഹിയർ നെക്സ ട്രാൻസ്ടെക് കോൾ ബ്ലോക്ക് ഓപ്ഷൻ, കോൾ മൈൻ്റെ ഓപ്ഷനെ പറ്റിയിട്ടാണ്. സോ ജസ്റ്റ് നോക്കുക, കാരണം കോൾ മൈൻ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഇതൊക്കെ മനസ്സിലാക്കുക. ബ്ലൂ ഡാർട്ട് കമൻസസ് ഡ്രോൺ ഡെലിവറീസ് ഫോർ ഇ-കോം സെക്ടേഴ്സ്. ബ്ലൂ ഡാർട്ട് ഡ്രോൺ ഡെലിവറീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലൂ ഡാർട്ട് ഒരു കൊറിയർ സർവീസ് കമ്പനിയാണ്. അവർ ഡ്രോൺ വെച്ചിട്ട് ഡെലിവറീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഡ്രോണിൻ്റെ യൂസേജിൽ നമുക്ക് ഈ പറഞ്ഞ കൊറിയർ ഡെലിവറിയും കൂടിയുണ്ട്. സോ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കുന്നതാണെങ്കിൽ പറയാവുന്നതാണ്. ദാറ്റ്സ് ആൻ എക്സാമ്പിൾ. ദെൻ security risk, IT cost won't impede a program net app. Okay, in security risk, it's something about a artificial intelligence ആണ്. സോ നമുക്ക് ജസ്റ്റ് ഇത് വായിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റപ്പ് ഗ്രൂപ്പ് സെൽസ് അവരുടെ ഷെയർ വിറ്റു എന്നുള്ളതാണ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്. ടാറ്റ ലൈഫ് ഇൻഷുറൻസ് ഡിക്ലെയർസ് ബോണസ്, അത് ഇമ്പോർട്ടൻ്റ് അല്ല, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. പമ്പ് പ്രൈസ് ഡിസ്പാരിറ്റി, ഫ്യൂൽ ഡിമാൻഡ് ഫോർ ബ്രിങ്ങിങ് പെട്രോൾ ഡീസൽ അണ്ടർ GST. ഓക്കെ, സോ പെട്രോളും ഡീസലും GST-ൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരുന്നു എന്നതിൻ്റെ ഒരു ടോക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. സോ പെട്രോൾ ഡീസൽ ഇപ്പോൾ വരേക്കും നമുക്ക് GST-ൻ്റെ അണ്ടറിലല്ല ഉള്ളത്. അപ്പോൾ GST-യിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കണം. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ വേൾഡ് ന്യൂസസ് ആണ്. റഷ്യ നോർത്ത് കൊറിയ സൈൻ ഡിഫൻസ് പാക്ട് വോ ടു അസിസ്റ്റ് ഈച്ച് അതർ, ഇമ്പോർട്ടൻ്റ് ആണ്. Israel use of heavy bombs in Gaza Strips violation laws of war. Okay, that's actually also we have to read it. Heavy bombs in Gaza. Okay, if it or news ആണെങ്കിൽ തന്നെ ജസ്റ്റ് നമുക്ക് വായിക്കാം. ജസ്റ്റ് ഷിപ്പ് അറ്റാക്ക് ബൈ യമൻ ഹൂതീസിൻ്റെ ഈ പൈറേറ്റ്സ് ഷിപ്പ് അറ്റാക്ക് റെഡ് സീലുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മറൈൻ സേഫ്റ്റിനെ പറ്റിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ സെക്യൂരിറ്റി എന്ന് പറയുന്ന റിലേറ്റഡ് ആയിട്ട് വരുന്ന IR-ലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സംഭവമാണ്. 9 killed 40 injured in explosion at Chad ammunition depot. Not important. Climate activist vandalized Stonehenge monument. Climate activist monument vandalize ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് ജസ്റ്റ് ഷോ ഓഫ് ലീവ് ഇറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ആ ഒരു മോണുമെൻറ്റ് വാൻഡലൈസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, എന്താണ്, ഏത് മോണുമെൻ്റ് ആണ് എന്ന് നോക്കാം, അത്രയേ ഉള്ളൂ. ക്ലൈമറ്റ് ആക്ടിവിസ്റ്റിനെ പറ്റിയിട്ടൊന്നും. അൽബേനിയ ആൻഡ് ക്രൊയേഷ്യ സ്പോർട്സ് ന്യൂസ് ആണ്, താല്പര്യമുള്ളവർ വായിക്കുക. സ്പോർട്സ് ന്യൂസുകൾ കംപ്ലീറ്റ് സ്പോർട്സ് പേജുകൾ ആക്ച്വലി യൂഷ്വലി ഞാനത് അത്യാവശ്യം അവോയ്ഡ് ചെയ്യാറുണ്ട് സ്പോർട്സ് ന്യൂസുകൾ. കാരണം ഇപ്പം കഴിഞ്ഞ വർഷം സ്പോർട്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു, 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് വെച്ചിട്ട് എല്ലാ വർഷവും UPSC സ്പോർട്സ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് സ്പോർട്സ് ന്യൂസ് താല്പര്യമുള്ളവർ വായിച്ചാൽ മതി, അല്ലാതെ ഇരുന്നിട്ട് മുഴുവൻ കുത്തിയിരുന്ന് വായിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അല്ല നമുക്ക് എന്താ നടക്കുന്നതെന്നൊക്കെയുള്ള ജസ്റ്റ് ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വായിച്ച് വിടുക. ഓക്കെ, കുറച്ചെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ. പിന്നെ സയൻസ് പേജ് വന്നിട്ടുണ്ട്, 11th പേജ്. ഹൗ വിൽ AI ദാറ്റ് പ്രെഡിക്റ്റ് പ്രോട്ടീൻ സ്ട്രക്ചർ ചേഞ്ചസ് ലൈഫ് സയൻസ്. സോ സയൻസ് റിലേറ്റഡ് ന്യൂസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ഹീറ്റ് ട്രാപ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇന്ത്യൻ സിറ്റീസ് ഹീറ്റ് ട്രാപ്സ് ഉണ്ടാക്കുന്നു, ഹീറ്റ് വേവ്സ് എങ്ങനെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്.
ദെൻ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് എർത്ത് എന്ന് പറഞ്ഞിട്ട് സയൻസ് ക്യൂസിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഫാക്ച്വൽ നോളജ് ആയിട്ടുള്ള സംഭവങ്ങളാണ്, ജസ്റ്റ് റീഡ് ഇറ്റ്, ആവശ്യമാണ്. പിന്നെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വന്നിട്ട് ഇതിൽ ഹിന്ദുക്കുഷ് ഹിമാലയനെ പറ്റിയിട്ടാണ്, ഇതിൻ്റെ സ്നോ അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ്, ഹിന്ദുക്കുഷ് ഹിമാലയൻ സ്നോ അപ്ഡേറ്റിനെ പറ്റിയിട്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് ഇന്ത്യയുടെ പാർട്ടായിട്ട് വരുന്ന ഏരിയയിൽ വരുന്നതാണ് ഹിന്ദുക്കുഷ് ഹിമാലയൻ്റെ ലൈക്ക് സ്നോ കവറിനെ പറ്റിയിട്ടൊക്കെ വരുന്നത്. നമ്മൾ സാധാരണ ഇതിനെ തേർഡ് പോൾ എന്ന് പറയും. ലൈക്ക് പെർമോഫ്രോസ്റ്റ് ഉള്ള ഏരിയാസ് ആണ്, അതായത് എപ്പോഴും മഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങൾ, ഐസായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ് വരുന്നത്. തേർഡ് പോൾ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നോർത്ത് പോളും സൗത്ത് പോളും പിന്നെ നമ്മൾ ഹിമാലയസിൻ്റെ തേർഡ് പോൾ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ പെർമാഫ്രോസ്റ്റ് നമ്മൾ കാണുന്നത്, എപ്പോഴും ലൈക്ക് പെർമനൻ്റ് ആയിട്ട് ഫ്രോസൺ ആയിട്ടുള്ള ഏരിയാസ്. സോ ഹിന്ദുക്കുഷ് ഹിമാലയാസ് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് യു ഹാവ് ടു റീഡ് ഇറ്റ്, ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ വായിക്കണം. Okay, then landscape of Delhi is richly textured because of its garden and the story is not much important for us, not important. Daily quiz ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫാക്ച്വൽ നോളജ് ആയിട്ട് വരുന്നതാണ്, പക്ഷേ ഇത് ആക്ച്വലി ലൈക്ക് NBA ചാമ്പ്യൻസ് സംതിങ് ലൈക്ക് സ്പോർട്സ് ക്യൂസ് ആണെന്ന് തോന്നുന്നു. യെസ്, ഓക്കെ. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ന്യൂസ് പേപ്പേഴ്സിലുള്ള കാര്യങ്ങൾ വരുന്നത്. അത് ഇതിപ്പോൾ ഒരു ദിവസത്തെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് തന്നതാണ്. ഓരോ ന്യൂസ് പേപ്പറിലും നിങ്ങൾക്ക് ഇതേപോലെ ആവശ്യമുള്ള ന്യൂസ് ഏതാണെന്ന് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു 1 വീക്ക് കൊണ്ടോ അല്ലെങ്കിൽ മേ ബി ഒരു 1 മന്ത് എടുത്തു ഇരുന്നേക്കാം, ഓരോ ദിവസങ്ങളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ന്യൂസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയ വിഷയമുള്ള കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ ഈ പറഞ്ഞ 1-2 ക്രൈറ്റീരിയാസ് നമ്മുടെ മൈൻഡിൽ വെച്ചാൽ മതി. നാഷണൽ ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകൾ, ഗവൺമെൻറ് പോളിസീസ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള സംഭവങ്ങൾ, പിന്നെ നമ്മളൊരു സിവിൽ സർവീസിനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെ വരുന്ന കുറച്ച് പൊളിറ്റിക്കൽ ന്യൂസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് മാത്രമുള്ളത് എടുത്താൽ മതി. അല്ലാതെ നമുക്ക് ഇതിൽ അവോയ്ഡ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ. സോ 50% ന്യൂസ് പേപ്പർ നമുക്കിതിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. 50% ന്യൂസേ നമുക്ക് ആവശ്യമുള്ളൂ. ആൻഡ് ഫസ്റ്റ് പേജിലുള്ള ന്യൂസ് ആയതുകൊണ്ട് അത് മോർ ഇമ്പോർട്ടൻ്റ് എന്നൊന്നുമില്ല. നമുക്ക് ചിലപ്പോൾ ലാസ്റ്റ് പേജിലോ അല്ലെങ്കിൽ മിഡിൽ പേജിൽ എവിടെയെങ്കിലും കോർണറിലൊക്കെയുള്ള ന്യൂസൊക്കെ ആയിരിക്കാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ പ്രാക്ടീസ് ദിസ്. ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു ഹാബിറ്റ് ആക്കിയിട്ട് എടുക്കുക. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ പേ യു. ന്യൂസ് പേപ്പർ വായിക്കുന്നതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും, ഷുവറാണ്.